തിരുവനന്തപുരം പാളയം കന്നിമേര മാർക്കറ്റിലെ അനധികൃത പിരിവിനെതിരെ നടപടിയുമായി തിരുവനന്തപുരം നഗരസഭ. മേയർ വി രാജേഷും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും കന്നിമേര മാർക്കറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ കരാറുകാർ കച്ചവടക്കാരിൽ നിന്നും തുക ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മേയർ നേരിട്ട് സ്ഥലം സന്ദർശിച്ചത്. ഡെപ്യൂട്ടി മേയർ, നഗരസഭാ ചെയർമാൻ, സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും അടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത്. മാർക്കറ്റ് സന്ദർശിച്ച മേയർ കച്ചവടക്കാരിൽ നിന്നും വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. അനധികൃത പിരിവിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞ മേയർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഗുരുതര ക്രമക്കേടാണെന്നും വിലയിരുത്തി. ഒരു പറ്റം ആളുകൾ അവരുടെ സാമ്രാജ്യമായാണ് മാർക്കറ്റിനെ കണ്ടത്. ഇനി ഇത് അനുവദിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ വി രാജേഷ് പ്രതികരിച്ചു. പണപ്പിരിവുമായി ബന്ധപ്പെട്ടും കച്ചവടക്കാർ തന്നെ പലരെയും സ്വാധീനിച്ച് കടകൾ കൈയടക്കി വച്ചിരിക്കുന്നു. പണിഞ്ഞ കെട്ടിടങ്ങൾ അവർക്ക് ഇഷ്ടത്തിന് വഴിയൊക്കെ കെട്ടിയടച്ച് പുതിയ കടകൾ നിർമ്മിച്ചു എന്നുള്ള പരാതികൾ നിരവധി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ഇടപെട്ട് അനധികൃത പിരിവുകൾ നിരോധിക്കുന്നതിന് നോട്ടീസ് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വാർഡ് കൗൺസിൽ ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഡെപ്യൂട്ടി മേയറുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഉദ്യോഗസ്ഥർ, എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ള എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റൂമിനകത്തിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഫീൽഡിൽ എന്താണ് നടക്കുന്നത് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്ന് കച്ചവടക്കാർ ഏറ്റവും പീക്ക് ടൈമിൽ തന്നെ എത്തി കച്ചവടക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക്, സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ മാലിന്യ പ്രശ്നമൊക്കെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 നിലകളിലായി പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയത്തിലെ കടമുറികൾ വാടകയ്ക്കെടുത്ത ശേഷം വഴിവക്കിലിരുന്ന് കച്ചവടം നടത്തേണ്ട സ്ഥിതിയാണ് എന്നാണ് കച്ചവടക്കാരുടെ പരാതി. മാസം 1000 രൂപ സന്തോഷം. ഇതിനാണ് 500 രൂപ ഒരു ബൾബിനാണ് കന്നിമേര മാർക്കറ്റിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായാണ് ബേക്കറി ജംഗ്ഷൻ സമീപത്ത് താൽക്കാലിക കടമുറികൾ സ്ഥാപിച്ചത്. സ്മാർട്ട് സിറ്റി ഫണ്ടിൽ നിന്നും 18 കോടി രൂപ ചെലവഴിച്ച് 3 നിലകളിലായി കെട്ടിട സമുച്ചയം നിർമ്മിക്കുകയായിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും സ്ഥലപരിമിതിയും മൂലം ആളുകൾ കയറാതെയായി. ഇതോടെ കടമുറികൾ വാടകയ്ക്കെടുത്ത കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം.